അതേ ഉള്ളൂ ആ കാര്യത്തിൽ. ശരി, അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു, സമ്പത്ത് സാർ പറഞ്ഞതെല്ലാം കൃത്യമായി കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിലൊരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയുക? അല്ല, നമ്മുടെ നാട്ടിൽ അസാധാരണമായ കോവിഡ് സാഹചര്യത്തിൽ മനുഷ്യരാശി മുഴുവൻ ഭയന്ന് വിറച്ചുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ ഇത്രയും വലിയ രീതിയിലുള്ളൊരു അഴിമതി നടത്താൻ വേണ്ടി ഈ സർക്കാരിനല്ലാതെ മറ്റൊരു സർക്കാരിനും കഴിയില്ല. കാരണം അസാധാരണ പ്രതിസന്ധികൾ ലോകമെമ്പാടും നമ്മൾ നേരിട്ടു. നമ്മുടെ സർക്കാരുകളെല്ലാം എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രോഗത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യൻ ഭയപ്പെട്ട് വീട്ടിലിരിക്കുമ്പോൾ ഈ സാഹചര്യത്തെ കണ്ണിൽ ചോരയുള്ള മനുഷ്യർക്കാർക്കും മുതലെടുക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് 550 രൂപയ്ക്ക് 15,000 PPE കിറ്റ് ആവശ്യമുള്ള സമയത്ത് കെറോൺ കമ്പനി നൽകാമെന്ന് അറിയിച്ചിട്ടും അത് പാടെ തിരസ്കരിച്ചുകൊണ്ട് 1,550 രൂപയ്ക്ക് മഹാരാഷ്ട്ര ബേസ് ചെയ്യുന്ന ഒരു ലക്ഷറി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നത്, സൺഫാർമ നൽകാമെന്ന് പറയുമ്പോൾ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ അടിയന്തര ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കുകയാണ് സർക്കാർ ചെയ്തത്. അതുതന്നെ വലിയ അഴിമതിയാണ്. ഒരു കമ്പനി 550 രൂപയ്ക്ക് തരാമെന്ന് പറയുകയല്ലേ, ആ കമ്പനിയുടേത് എങ്ങനെയാണ് അതൊരു ക്വാളിറ്റി ഇല്ലെന്ന് പറയാൻ കഴിയുന്നത്? എങ്കിൽ സർക്കാർ തന്നെ ഏതെങ്കിലും തരത്തിൽ ആ കമ്പനിയുടേത് ക്വാളിറ്റി ഇല്ല എന്ന് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ സർക്കാരിന് മുന്നിലോട്ടാവണം. പക്ഷേ അത്തരത്തിൽ യാതൊരുവിധ സാഹചര്യങ്ങളുമില്ല. ആ കമ്പനി അതിനു മുമ്പോ പിൻപോ നൽകിയ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് ക്വാളിറ്റി ഇല്ല എന്ന് തെളിയിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ ഒറ്റയടിക്ക് 550 രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞത് അതിന് സിമ്പിൾ ലോജിക്ക് മാത്രമേ ഉള്ളൂ. അത് കൊള്ളില്ല എന്ന് സർക്കാർ തന്നെ തീരുമാനിച്ചുകൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് 1,550 രൂപയ്ക്ക് വാങ്ങുമ്പോൾ ഇത് ആരെ പറ്റിക്കുവാനാണ്? അതിനെ തുടർന്ന് അപ്പോൾ തന്നെ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നല്ലോ. ആക്ഷേപങ്ങൾ ഉയർന്നത് പുറത്തു നിന്നല്ലോ, ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ വഴി തന്നെയാണ് ഈ വിവരങ്ങൾ അപ്പോൾ പുറത്തേക്ക് വന്നതും കേരളം ചർച്ച ചെയ്യപ്പെടുന്നതും. അപ്പോഴെല്ലാം ശൈലജ ടീച്ചർ മുന്നിൽ നിന്ന് കേരളത്തിൻ്റെ ഞാൻ ഭാവി മുഖ്യമന്ത്രിയാണ്, എനിക്കുള്ളതുപോലെ സത്യസന്ധത വേറെ ആർക്കുമില്ല എന്നുകൊണ്ട് വലിയ വാഗ്ധോരണികളൊക്കെ നടത്തിയല്ലോ. കേരളത്തെ മുഴുവൻ പറഞ്ഞു ഞാൻ അത്തരത്തിലുള്ള കാര്യം ചെയ്യില്ല, അടിയന്തര സാഹചര്യമായിരുന്നു. പക്ഷേ CAGയുടെ റിപ്പോർട്ട് ഓരോന്നും പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാഹചര്യങ്ങളും അക്കമിട്ട് നിരത്തിക്കുകയാണ് CAG. ഇപ്പോൾ പറയാൻ ശൈലജ ടീച്ചർ പത്രസമ്മേളനത്തിൽ ഒഴിഞ്ഞു മാറുന്നത് നമ്മളെല്ലാം കണ്ടല്ലോ. കാരണം ഒരു ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം വലിയ അഴിമതി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആരോഗ്യ വകുപ്പിൽ നടന്നിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണമൊക്കെ നടക്കട്ടെ, ലോകായുക്ത നടക്കട്ടെ, അന്വേഷണത്തെ വിമർശിക്കാനൊന്നും അതിലിടപെടാനൊന്നും ഞങ്ങളില്ല. പക്ഷേ കാര്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോഴും അത് എന്താണെന്ന് പരിശോധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല, മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. അഴിമതി നടന്നെന്നോ നടന്നില്ല എന്നോ ഒരു വാക്ക് ഇതുവരെ പറയാൻ നിലവിലുള്ള ആരോഗ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ തയ്യാറാവാത്തത് വലിയൊരു കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ്. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ അധികാരത്തിലിട്ട സർക്കാർ ഒരു സംഭവം ഉണ്ടായിട്ട് പ്രതികരിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ അത് തന്നെ അടിവരയിടുന്നത് ഇതിൽ അഴിമതി നടന്നു എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ CAG റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നപ്പോൾ സർക്കാർ അത്യന്തം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഈ പ്രതിസന്ധിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഉട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുന്നത്. കാരണം CAG റിപ്പോർട്ടിൽ വ്യക്തമായി ഓരോ കമ്പനിയുടെ പേരടക്കം പറഞ്ഞ് ഇന്ന് പബ്ലിക് ഡൊമൈനിലേക്ക് വിവരങ്ങൾ എത്തുമ്പോൾ യാതൊരു കാരണവശാലും ന്യായീകരിക്കാൻ പാർട്ടിക്കോ സർക്കാരിനോ ഒരു കഴിയാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യം അസാധാരണമായൊരു സാഹചര്യമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അന്ന് PPE കിറ്റ് കിട്ടാനില്ല എന്നൊക്കെ പറയുന്നത് പൊതുജനത്തെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ്. അങ്ങനെയൊന്നും ജനത്തെ വിഡ്ഢിയാക്കാനൊന്നും കഴിഞ്ഞില്ല. കൃത്യമായ കണക്കുകളും രേഖകളും വിവരങ്ങളുമെല്ലാം കൃത്യമായി നമുക്ക് മുന്നിലുണ്ട്. ആ വിവരങ്ങളെ ഖണ്ഡിക്കാനുള്ള ഒരു മറുപടിയും നൽകാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ നിശബ്ദരായി പിൻവലിഞ്ഞിരിക്കുന്നത്. ആമ കഴുത്ത് അകത്തേക്ക് വലിക്കുന്നത് പോലെ ഇപ്പോൾ വലിഞ്ഞിരിക്കുകയാണ്. കാരണം CAG റിപ്പോർട്ടിലൂടെ വന്നിരുന്നു. ഇപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് അഴിമതികളൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ വളരെ വ്യക്തമായി CPM നേതൃത്വമൊക്കെ പറഞ്ഞല്ലോ, ഇതിലൊരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം, ഇതിലുള്ള അഴിമതികൾ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ സർക്കാരിന് മേൽ കഴിയുമെങ്കിൽ അതൊരു സ്വതന്ത്ര ഏജൻസി ആയിരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ആ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ എന്തേ ഒരു അന്വേഷണം ആവശ്യപ്പെടാൻ കഴിയാത്തത്? അപ്പോൾ ഇതിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ട് എന്നാണ് ഈ വരുന്ന ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി മറുപടി പറയണം, മുഖ്യമന്ത്രി മറുപടി പറയണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.